രാഷ്ട്രീയ കേരളം തെരഞ്ഞെടുപ്പിന് സജീവമാകുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായി കേരള കോൺഗ്രസ് എം പിളർപ്പിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. പി ജെ ജോസഫ് വിഭാഗം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് UDF-ൽ പ്രത്യേക ഘടകകക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ KM മാണിയും ഉമ്മൻചാണ്ടിയും ഈ വാർത്ത നിഷേധിച്ചു. അതേസമയം പ്രശ്നങ്ങൾ ഉണ്ടെന്നായിരുന്നു പി ജെ ജോസഫിന്റെ നിലപാട്. UDF-ൽ പ്രത്യേക ഘടകകക്ഷിയായി പരിഗണിക്കണമെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 6 സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുന്നണി വിടണമെന്ന നിലപാട് ജോസഫ് വിഭാഗത്തിലെ ഭൂരിഭാഗം നേതാക്കൾക്കുമുണ്ട്. മുന്നണിയിൽ തുടരണമെന്ന് അഭിപ്രായപ്പെടുന്നത് പി ജെ ജോസഫ് മാത്രമാണ്. UDF നേതൃത്വത്തിന്റെ അനുനയ ശ്രമങ്ങൾക്കൊടുവിലും പാർട്ടിയിലെ പ്രശ്നങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പി ജെ ജോസഫ് നിഷേധിച്ചില്ല. ഇവിടെയുള്ള ആളുകൾ അക്കോമഡേറ്റ് ചെയ്യണമെന്നുള്ള ആവശ്യം നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പറ്റില്ലെന്നാണ് മാണി സാർ അടക്കമുള്ളത്. അല്ല, കാര്യങ്ങളങ്ങനെ ആ നിലയിൽ അവസാനമായി പറയാവുന്നൊരു സ്ഥിതിയല്ല. ആ കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ജോസഫിന് പരാതിയുണ്ടെന്നത് മാധ്യമ വാർത്തകൾ മാത്രമാണെന്ന് KM മാണിയും മുഖ്യമന്ത്രിയും പറഞ്ഞു. ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതോ വിജയിക്കണ്ട, മത്സരിച്ച ഏതെങ്കിലും ഒരു സീറ്റ് കേരള കോൺഗ്രസ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇങ്ങനെയൊന്നും ഒരു സാഹചര്യവും ഈ പാർട്ടിക്കകത്തില്ല. നിങ്ങളൊക്കെ യാതൊരു സത്യവുമായിട്ട് ബന്ധമില്ലാത്ത വാർത്തകളാണ് നിങ്ങൾ കൊടുക്കുന്നത്. എന്നെ ഡൽഹിയിൽ നിന്ന് ഒരാൾ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. പി ജെ ജോസഫും ഞങ്ങളെല്ലാവരും ഇന്ന് ഒന്നിച്ചുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. നിലവിലുള്ള 4 സീറ്റുകൾക്ക് പുറമെ ഫ്രാൻസിസ് ജോർജിന് പൂഞ്ഞാറും ആന്റണി രാജുവിന് തെക്കൻ മേഖലയിലും സീറ്റ് വേണമെന്നതാണ് ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യം. അങ്ങനെ അല്ലെങ്കിൽ മാണിക്കൊപ്പം തുടരില്ലെന്നും നേതാക്കൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എമ്മിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വളരെ സജീവമായി നിലനിൽക്കുമ്പോൾ തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങളുമായി ചേലക്കര നിയമസഭാ മണ്ഡലം മുന്നോട്ട് പോകുന്നത്. 2016 തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ 2011 കണക്കുകളിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ 1,33,942. പോളിംഗ് ശതമാനം 76.69. 76.69% പേർ വോട്ട് രേഖപ്പെടുത്തിയ 2011 ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ വിജയിയായത് K രാധാകൃഷ്ണനായിരുന്നു. CPIM ആണ്. CPIM K രാധാകൃഷ്ണനിലൂടെ നേടിയ വോട്ട് 73,683. 24,676 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു K രാധാകൃഷ്ണന് 2011 ചേലക്കരയിൽ നേടാനായത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തോടൊപ്പം മത്സരിച്ച മറ്റു പ്രമുഖർ KB ശശികുമാർ, അദ്ദേഹം നേടിയ വോട്ട് 49,007. BJP VA കൃഷ്ണകുമാരനിലൂടെ 7,056 വോട്ടുകളും നേടിയപ്പോൾ ഈ പ്രമുഖരുടെയൊക്കെ വോട്ടിംഗ് ശതമാനം 2011 ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ കണക്കാക്കുമ്പോൾ K രാധാകൃഷ്ണൻ CPIM 55.42%, 36.86% KB ശശികുമാർ നേടിയ വോട്ട്, 5.31% BJPക്കായി VA കൃഷ്ണകുമാരനും സ്വന്തമാക്കി. കണക്കുകളിൽ നിന്ന് 2016 എത്തുമ്പോൾ ചേലക്കര നിയമസഭാ മണ്ഡലം ഏതു തരത്തിലാണ്? ഏറെ പിന്നാക്കം നിന്നിരുന്ന ഗ്രാമീണ മേഖലകൾ ഉൾപ്പെടുന്ന ചേലക്കര മണ്ഡലത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 20 വർഷത്തിനിടെ നടപ്പാക്കിയത്. നിയമസഭാ സ്പീക്കറും മന്ത്രിയുമായിരുന്ന K രാധാകൃഷ്ണനാണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച വികസന പദ്ധതികൾ ചേലക്കരയിൽ നടപ്പാക്കി എന്ന നിലവിലെ പ്രതിനിധി അവകാശപ്പെടുമ്പോൾ തന്നെ വിമർശനവും മണ്ഡലത്തിൽ ഒരുപക്ഷെ മറ്റു കക്ഷികളിൽ നിന്ന് ഉയർന്നേക്കാം. CG ദിൽജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്. 10ാം തരത്തിന് ശേഷം തുടർ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇല്ലായിരുന്ന ചേലക്കരയിൽ ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഉണ്ടായത്. ചേലക്കര പോളിടെക്നിക്, പഴയന്നൂർ IHRD എന്നിവ വിപ്ലവകരമായ മാറ്റങ്ങളായിരുന്നു. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സർക്കാർ സ്കൂളുകൾ ഉന്നത നിലവാരത്തിലാണ് നവീകരിച്ചത്. വരവൂരിൽ ITCയും ദേശമംഗലത്ത് ITIയും തുടങ്ങി. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ പഴയന്നൂർ, മുള്ളൂർക്കര, ദേശമംഗലം, ചേലക്കര എന്നിവിടങ്ങളിൽ സബ്സ്റ്റേഷനുകൾ സ്ഥാപിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് 140 അസംബ്ലി മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിലേറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന മണ്ഡലങ്ങളിലെ ഗണത്തിൽപ്പെടുത്താവുന്ന അത്രയും പിന്നോക്കാവസ്ഥയിലുണ്ടായിരുന്ന ഒരു മണ്ഡലമാണ്. അത് ഏത് രംഗം എടുത്തുകഴിഞ്ഞാൽ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഗതാഗതം തുടങ്ങി ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ കിടന്നതാണ്. 10-20 വർഷത്തെ നിരന്തരമായ പ്രവർത്തനം കൊണ്ട് മേഖലയിലെല്ലാം തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സമ്പൂർണ്ണ വൈദ്യുതീകരണം, അതുപോലെ തന്നെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി നടപ്പിലാക്കി. ആ 3 പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് നമ്മുടെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, സമ്പൂർണ്ണ വൈദ്യുതീകരണം, അതുപോലെ തന്നെ സമ്പൂർണ്ണ കുടിവെള്ളം.
അപ്പോൾ അതിലേക്ക് സമ്പൂർണ്ണ കുടിവെള്ളത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പൈങ്കുളം ചെങ്ങണാംകുന്ന് അണക്കെട്ടുകളും നിരവധി കുളങ്ങളുടെ നവീകരണവും ഇക്കാലയളവിൽ ഉണ്ടായി. തിരുവില്ലോമല പഴയന്നൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ CHSകളായി ഉയർത്തി. തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒറ്റപ്പാലം മായന്നൂർ പാലം, ചേലക്കര ബൈപ്പാസ് നിർമ്മാണം തുടങ്ങി ഗതാഗത രംഗത്ത് ഒട്ടനവധി പദ്ധതികൾ എടുത്തു പറയേണ്ടതാണ്. വ്യാവസായിക രംഗത്തെ വളർച്ചയ്ക്കായി പഴയന്നൂരിൽ വ്യവസായ പാർക്ക് ആരംഭിച്ചു. എന്നാൽ മണ്ഡലത്തിൽ ഇപ്പോഴും വികസനം എത്തിയില്ല എന്ന ആരോപണമാണ് UDFിനുള്ളത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ശ്രീ കെ രാധാകൃഷ്ണൻ ചേലക്കര നിയോജകമണ്ഡലത്തിന് നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ 5 കൊല്ലം അദ്ദേഹം മന്ത്രിയായിരുന്നു. പിന്നെ 2006 മുതൽക്ക് 2011 വരെയുള്ള കാലഘട്ടത്തിൽ നിയമസഭാ സ്പീക്കറായിരുന്നു. പിന്നെയുള്ള 10 കൊല്ലം MLA ആയിരുന്നു. അപ്പോൾ അത്രയും ആ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ ആ രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഇതിലെന്ന് പറഞ്ഞതാണ് കുടിവെള്ളക്ഷാമം പരിഹരിച്ചിട്ടില്ല. കാർഷിക രംഗത്ത് ഒരു സമൂലമായ മാറ്റത്തിന് വേണ്ടിയിട്ട് ഒരു പദ്ധതികളും കൊണ്ടുവന്നിട്ടില്ല. ഗതാഗതത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് എന്നുള്ള നിലയ്ക്ക് ഈ വാഴക്കോട് പ്ലാഴി റോഡിൻ്റെ അഭിവൃദ്ധിപ്പെടുത്തൽ അല്ലെങ്കിൽ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം നടന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ എല്ലാ റോഡുകളും ഒക്കെ നേരെയാക്കുന്ന കൂട്ടത്തിൽ PWD മെയിൻ്റനൻസും കാര്യം അതൊക്കെ എല്ലായിടത്തും നടക്കണതല്ലേ, പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാം. അതൊക്കെ എല്ലാ സ്ഥലത്തും നടക്കുന്നതാണ്. മണ്ഡലത്തിൽ നടപ്പാക്കിയ പദ്ധതികളിൽ ഏറിയ പങ്കും കെ രാധാകൃഷ്ണൻ മന്ത്രിയും സ്പീക്കറും ആയിരുന്ന കാലത്ത് തന്നെ ആണെന്ന് LDF പറയുന്നു. പ്രതിപക്ഷത്തിരുന്നപ്പോഴും വികസന കാര്യങ്ങളിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായതെന്നും ഇടതുമുന്നണി ചൂണ്ടിക്കാട്ടുന്നു. 20 വർഷം കൊണ്ട് ചേലക്കര മണ്ഡലത്തെ പുരോഗതിയിലേക്ക് നയിക്കാനായി എന്ന് LDF അവകാശപ്പെടുമ്പോൾ മണ്ഡലത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു എന്നാണ് UDFിന്റെ ആരോപണം. വികസന വിഷയങ്ങളിൽ ഊന്നി തന്നെയാകും മണ്ഡലത്തിലെ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാവുക. ഇത്തരത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ വികസനം തന്നെ പ്രചാരണത്തിന്റെ മുഖ്യ അജണ്ടയായി മാറുമ്പോൾ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് 2016 എത്തുമ്പോൾ ഇതിനിടയിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ചേലക്കര നിയമസഭാ മണ്ഡലം എങ്ങനെ പ്രതികരിച്ചു? CG ദിൽജിത്ത് ചേരും. വികസനം ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ 2011 ശേഷം നടന്ന പാർലമെന്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ചേലക്കര എങ്ങനെ ചിന്തിച്ചിരുന്നു? CG ദിൽജിത്തിലേക്ക്. സമ്മിശ്ര രാഷ്ട്രീയ സ്വഭാവം ഉണ്ടായിരുന്ന ചേലക്കര മണ്ഡലം 2 പതിറ്റാണ്ടായി ഇടതുപക്ഷത്തിനൊപ്പമാണ് നിലകൊള്ളുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഇടതു തരംഗം പ്രകടമായിരുന്നു. പ്രാദേശിക വിഷയങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് ഇടതുപക്ഷം പങ്കുവയ്ക്കുന്നത്. പ്രതീക്ഷകൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിൽ വോട്ടാക്കി മാറ്റാം? എല്ലാ മുന്നണികളും അത്തരത്തിൽ തന്നെയാണ് ചേലക്കരയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്. SC/ST സംവരണ മണ്ഡലമായ ചേലക്കരയിൽ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിച്ചാണ് 1996 കെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസിലെ TA രാധാകൃഷ്ണനെ പരാജയപ്പെടുത്തിയായിരുന്നു ഇടതുമുന്നണിയുടെ വിജയം. 2001 KA തുളസിയെ പരാജയപ്പെടുത്തി രാധാകൃഷ്ണൻ വിജയം ആവർത്തിച്ചു. 2006 PC മണികണ്ഠനെയും 2011 KB ശശികുമാറിനെയും തോൽപ്പിച്ച ചേലക്കര ഇടതുകോട്ടയാണെന്ന് രാധാകൃഷ്ണൻ തെളിയിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 ഒഴികെ മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലും ഇടതുമുന്നണി വ്യക്തമായ ഭൂരിപക്ഷം നേടി. കഴിഞ്ഞ വർഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ തരംഗം പ്രകടമായിരുന്നു. കാലങ്ങളായി UDF ഭരിച്ചിരുന്ന 4 പഞ്ചായത്തുകളാണ് LDF പിടിച്ചെടുത്തത്. തിരുവില്ലോമല, പഴയന്നൂർ, ചേലക്കര, മുള്ളൂർക്കര, വള്ളത്തോൾ നഗർ, വരവൂർ പഞ്ചായത്തുകളിൽ ഇടതുമുന്നണിക്ക് അധികാരത്തിലെത്താനായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മണ്ഡലം അടിസ്ഥാനമാക്കിയുള്ള കണക്ക് പരിശോധിച്ചാൽ ഇടതുമുന്നണി തന്നെയാണ് മുന്നിലുള്ളത്. 65,329 വോട്ടുകളാണ് മണ്ഡലത്തിൽ LDFന് അനുകൂലമായുള്ളത്. അതുപോലെ 2 ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലാണ് വരുന്നത്, പഴയന്നൂർ ബ്ലോക്കും വടക്കാഞ്ചേരി ബ്ലോക്കും. ഈ 2 ബ്ലോക്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ആകെ 3 ജില്ലാ പഞ്ചായത്താണുള്ളത്. അതിൽ 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും LDFന് ജയിക്കാൻ കഴിഞ്ഞു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വീഴ്ചയെ തുടർന്ന് സംഘടനാ ദൗർബല്യങ്ങൾ പരിഹരിച്ചു തുടങ്ങിയെന്നും ഈ തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കപ്പെടില്ല എന്നുമാണ് UDFന്റെ വാദം. അപ്പോൾ അത് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രാദേശികമായിട്ട് ചില പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ട്രെൻഡെല്ലാം വളരെയധികം മാറി വന്നിരിക്കുകയാണ്. അപ്പോൾ സംഘടനാ രംഗത്തുണ്ടായിരുന്ന ദൗർബല്യങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിച്ചുകൊണ്ട് സംഘടന വളരെ കെട്ടുറപ്പോട് കൂടിയിട്ട് താഴെ തലത്തിലുള്ള സംഘടനാ പ്രവർത്തനമൊക്കെ വളരെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. തിരിച്ചു വരാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ.
മണ്ഡലത്തിലെ സമീപകാല രാഷ്ട്രീയഗതിക്കൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധിയും അനുകൂലമാക്കാനാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. എന്ത് വില നൽകിയും ചേലക്കര മണ്ഡലം പിടിച്ചെടുക്കാനുള്ള കഠിന പ്രയത്നമാണ് UDF നടക്കുന്നത്. അതേസമയം സംസ്ഥാന വ്യാപകമായുള്ള ജനവികാരത്തിനൊപ്പം മണ്ഡലത്തിലെ പ്രത്യേക ഘടകങ്ങളും അനുകൂലമാകുമെന്ന പ്രതീക്ഷയാണ് LDF ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. പീപ്പിൾ ടിവിക്ക് വേണ്ടി സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് സർവേ മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും വിശേഷങ്ങൾ ഇന്ന് പ്രവചനമായി തത്സമയം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്താം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലബാറിൽ LDFന് UDFനേക്കാൾ 14 സീറ്റുകളുടെ മേൽക്കൈ കിട്ടുമെന്ന് പീപ്പിൾ ടിവിക്ക് വേണ്ടി സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് നടത്തിയ സർവേ ഫലം. ഈ സർവേ ഫലം ഇന്നലെയാണ് പീപ്പിൾ ടിവി പുറത്തുവിട്ടത്. അതിന്റെ രത്നചുരുക്കം അവതരിപ്പിച്ചുകൊണ്ട് സഭ പിടിക്കാൻ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടി ഇന്ന് ഇവിടെ സമാപിക്കും. നാളത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വീണ്ടും ഇതേ സമയം അല്പസമയത്തിനകം മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും മണ്ഡലങ്ങളുടെ പ്രവചനവുമായി ഞങ്ങളുടെ MDയും ചീഫ് എഡിറ്ററുമായ ജോൺ ബ്രിട്ടാസ്. കേരളത്തിലെ 97 നിയമസഭാ മണ്ഡലങ്ങളിലെ 775 ബൂത്തുകളിലായി 20,111 വോട്ടർമാരിൽ നിന്ന് 93 ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് പീപ്പിൾ ടിവിക്ക് വേണ്ടി നടത്തിയ സർവേ കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിപുലമായ അഭിപ്രായ സർവേയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകൾ ഉൾക്കൊള്ളുന്ന മലബാർ മേഖലയിലെ 60 സീറ്റുകൾ നിർണായകമാണ്. ഈ മേഖലയിലെ രാഷ്ട്രീയക്കാറ്റ് സർവേ ഇങ്ങനെ പ്രവചിക്കുന്നു. മലബാറിന്റെ പ്രഡിക്ഷൻ 60 സീറ്റുള്ള മലബാർ എങ്ങനെയായിരിക്കും ഇന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്? CS-ന്റെ സർവേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചകം ഞങ്ങൾ ഇവിടെ പുറത്തുവിടുകയാണ്. നോക്കുക, മലബാർ പ്രഡിക്ഷൻ LDF 36 മുതൽ 38 സീറ്റുകൾ, UDF 22 മുതൽ 24 സീറ്റ് വരെ, BJP 2 സീറ്റ് വരെ പിടിക്കാം. വോട്ടിംഗ് LDFന് 36 മുതൽ 38 വരെ സീറ്റ് കിട്ടുമെങ്കിൽ 43.3% വോട്ട്, UDFന് 22-24 അതിൽ 40.9% വോട്ട്, BJPക്ക് 0 to 2 പക്ഷേ 9.3% വോട്ട്. മറ്റുള്ളവർ ഇല്ല, അത് പറയാം. മറ്റുള്ളവർ 6.5. ഇതാണ് ഡോക്ടർ ഐസക് CS-ന്റെ അഭിപ്രായ സർവേയിൽ കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ. 2011 ആകെയുള്ള 60 സീറ്റുകളിൽ UDF 32-ലും LDF 28-ലും വിജയിച്ചു. എന്നാൽ ഇത്തവണ LDFന് 36 മുതൽ 38 വരെ സീറ്റുകളും UDFന് 22 മുതൽ 24 വരെ സീറ്റുകളും ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. BJPക്ക് 2 സീറ്റുകൾ ലഭിക്കാനും ലഭിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. മധ്യ കേരളത്തിന്റെയും തെക്കൻ കേരളത്തിന്റെയും സാധ്യതകളും കേരളത്തിന്റെ പൊതുചിത്രവും ബുധനാഴ്ച വൈകിട്ട് 7 മുതൽ നടക്കുന്ന സർവേ വിശകലനത്തിൽ പ്രവചിക്കും. ന്യൂസ് ഡെസ്ക്.